ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള നമ്മൾ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ചർച്ചകൾ, അതിൻ്റെ എന്താണ് പറയുന്നത്, ഇതുവരെ ഒരു അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. സേട്ടൻ അല്ലത്, അൺസേർട്ടൻറ്റി തുടരുകയാണ്. കാരണം ഇരു രാജ്യങ്ങളും, നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇരു രാജ്യങ്ങളും വലിയ രാജ്യങ്ങളും അതുപോലെ വളരെ ശക്തമായിട്ടുള്ള രാജ്യങ്ങളും ആയതുകൊണ്ട് ഒത്തിരി മേഖലകൾ കൈകാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി മേഖലകൾ അതിനകത്ത് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇരു രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒത്തിരി ബാർഗനിങ് ആയിട്ടുള്ള ഏഹ്, മേഖലകളുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം അമേരിക്ക ലക്ഷ്യമിടുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ചില മേഖലകളുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇന്ത്യക്കും ഇന്ത്യയായിട്ടുള്ള കൺസേൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൺസേണുകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഇന്ത്യക്ക് നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് പാർട്ട്ണറാണ് അമേരിക്ക. ഇപ്പൊ ചൈനയായിട്ട് നമ്മളുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറെക്കുറെയൊക്കെ നമുക്ക് ഏകപക്ഷീയമാണ്. കാരണം ചൈനയിൽ നിന്നുള്ള എക്സ്പോർട്ടാണ് ഇങ്ങോട്ട് കൂടുതലും, നമുക്ക് അങ്ങോട്ടുള്ള എക്സ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൈനയായിട്ടുള്ള ട്രേഡിൽ ആ ഒരു ട്രേഡ് ഡിഫറൻസ്, നമ്മുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യമാണത്. എന്നുവെച്ചാൽ ട്രേഡ് ഡെഫിസിറ്റാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഏകദേശം 100 ബില്യനടുത്തുള്ള ട്രേഡ് ഡെഫിസിറ്റോളം നമുക്ക് ചൈനയുമായിട്ടുണ്ടാകും. പക്ഷേ അമേരിക്കയുമായിട്ട് നമുക്ക് അത്രയും ട്രേഡ് ഡെഫിസിറ്റ് ഇല്ല, നമുക്ക് ട്രേഡ് സർപ്ലസ് ആണ്. കാരണം അമേരിക്ക നമുക്ക് നല്ലൊരു മാർക്കറ്റാണ്. ഒട്ടുമിക്ക നമ്മളുടെ എല്ലാ പ്രധാനപ്പെട്ട സെക്ടേഴ്സ് എന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ മുതലായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി, സോഫ്റ്റ്വെയർ മുതലായിട്ടുള്ള സേവനങ്ങൾക്കും ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും വളരെ ഫേവററ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് അമേരിക്ക. പക്ഷേ ട്രംപിൻ്റെ ടാരിഫിൻ്റെ ഒരു വിഷയം നമ്മളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇന്ത്യ അമേരിക്ക ഇക്കണോമിക് റിലേഷൻസ്, അതിനെ വല്ലാതെ എന്താ പറയുക, നമുക്കറിയാം, ഒരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രശ്നം തന്നെയാണ്, ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും രാജ്യങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ ഡിപ്ലോമാറ്റിക് എന്ന് നമുക്കല്ല പറഞ്ഞാൽ ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ അത് തീർച്ചയായിട്ടും ഒരു പരിഹാരത്തിലേക്ക് എത്തും. പക്ഷെ അതിനൊരു കാലതാമസം എടുക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാം. കാരണം അത്ര പെട്ടെന്ന്, ഇപ്പം ഞാൻ നേരത്തെയുള്ള വീഡിയോ പറഞ്ഞാണ്, ചെറിയ രാജ്യങ്ങളുമായിട്ട് നമുക്ക് പോലും കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ കാലം നമുക്ക് എന്താണ് പറയുന്നത്, കുറേ ടൈം കൺസ്യൂമിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു നെഗോസിയേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രേഡ് ടോക്ക് ഇപ്പം നമ്മൾ ന്യൂസിലൻഡുമായിട്ട് ഫിനിഷ് ചെയ്തു, ഒമാനുമായിട്ട് ഫിനിഷ് ചെയ്തു. അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് ചെറിയ രാജ്യങ്ങളായിട്ട് പോലും നമുക്ക് ഇത്രയും കാലതാമസം എടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക പോലുള്ള ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വലിയ രാജ്യമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കുവാൻ കുറേ നമുക്ക് കാത്തിരിക്കേണ്ടത്. കാരണം അതിനകത്തിൽ ഒരു ചർച്ച കൊണ്ടോ രണ്ട് ചർച്ച കൊണ്ടോ ഒന്നും അത് പരിഹരിക്കാൻ കഴിയില്ല. കാരണം ഇരു രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള എന്താണ് പറയുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് ടോക്സിൽ കൂടെ, ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ മാത്രമേ അതിനതിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ. യൂറോപ്യൻ യൂണിയനെ കുറിച്ച് നമുക്കറിയാം. അതിനകത്തിൽ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ബ്രിട്ടൻ ഒന്നുമില്ല, പക്ഷേ മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, സ്പെയിന്, ഇതുപോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ യൂറോപ്യൻ യൂണിയനിലുണ്ട്. അപ്പോൾ ആ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായിട്ടുള്ള ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ്, നെഗോസിയേഷൻ്റെ. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കാരണം യൂറോപ്യൻ യൂണിയൻ്റെ മാർക്കറ്റ് ഇന്ത്യക്ക് നമുക്ക് ഒരു ആക്സസ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആണെന്നാണ് യൂറോപ്യൻ യൂണിയൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ വളരുന്നൊരു സമ്പദ് ശക്തിയാണ്. അപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പറഞ്ഞ പണിതരലും അല്ലെങ്കിൽ പിണക്കമൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യക്കൊപ്പം മുന്നോട്ട് പോകുവാനാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര കരാർ നമുക്കറിയാം, അത് ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അത് തുടരുന്ന ഒരു സമയത്താണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും EU-യിൽ ഇല്ല. യൂറോപ്യൻ യൂണിയന് നമ്മളുമായിട്ടുള്ള ബന്ധം, സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ താമസിയാതെ അത് ഫൈനലൈസ് ചെയ്യാനുള്ള സാധ്യത
FTA എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. അപ്പോൾ അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനകത്തിൽ ചില പിന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏകദേശമൊക്കെ തന്നെ സമവായമായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു സ്വതന്ത്ര വ്യാപാര കരാറ് ഫൈനലൈസ് ചെയ്യാനുള്ള സാധ്യത ഒരു ഏകദേശം അതിന്റെ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ കരാറുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ തുടർ ചർച്ചകൾക്ക് വേണ്ടി നമ്മളുടെ ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ജാനുവരി 8-9 തീയതികളിൽ ബെൽജിയത്തിലാണല്ലോ യൂറോപ്യൻ യൂണിയന്റെ തലസ്ഥാനം, ബ്രസൽസിൽ. ബെൽജിയത്തിന്റെ തലസ്ഥാനമാണല്ലോ ബ്രസൽ. അപ്പൊ അത് തന്നെയാണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനവും. അപ്പൊ ആ ബ്രസൽസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ കൊമേഴ്സ് മിനിസ്റ്ററും യൂറോപ്യൻ യൂണിയൻ പിന്നെ അതിന്റെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ റിപ്പബ്ലിക് ഡേ 26-ലാണല്ലോ, ജാനുവരി 26-ന്. അപ്പോൾ ആ റിപ്പബ്ലിക് ഡേക്ക് ഓരോ വർഷം നമുക്കറിയാം ഓരോ രാജ്യത്തെ സ്പെഷ്യൽ ഗസ്റ്റ് കാണും. നമുക്ക് എല്ലാ വർഷവും ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള നേതാക്കൾ പ്രത്യേക അതിഥികളായിട്ട് ഈ റിപ്പബ്ലിക് ഡേയിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് എത്തും എന്നുള്ളൊരു റിപ്പോർട്ടുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കരാറ് ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ട്രംപിന്റെ നമുക്കറിയാം 25+25 50% ഇറക്കുമതി തീരുവ നമുക്ക് മുകളിലുണ്ട് ഇന്ത്യയുടെ കയറ്റുമതി. അപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതിക്ക് പ്രത്യേകിച്ച് അമേരിക്കയിലേക്കുള്ളത് നമുക്കറിയാം. അത് കുറയാനോ അല്ലെങ്കിൽ അതിൽ എന്താണ് നമുക്കൊരു ഡിക്ലൈൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നുവെച്ചാൽ നമുക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി പഴയ പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ഭയങ്കര ഒരു തിരിച്ചടിയാണ്, പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റിലേക്കുള്ളത്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഉഭയകക്ഷിപരമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ന്യൂസിലൻഡ് എക്സാമ്പിളാണ്, ലേറ്റസ്റ്റ് ഒമാൻ എക്സാമ്പിളാണ്. ഇനി ഇസ്രായേലുമായിട്ടുള്ള ടോക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുമായിട്ട് ഓൾറെഡി നമ്മൾ 18 രാജ്യങ്ങളുമായിട്ട് ഈ പറഞ്ഞ ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ രാജ്യങ്ങളായിട്ടൊക്കെ നമ്മളത് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ UAE ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്, ഇന്ത്യ ശ്രീലങ്ക ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല രാജ്യങ്ങളുമായിട്ടും ചെറുതും വലുതായിട്ടുള്ള പല രാജ്യങ്ങളുമായിട്ടും നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ അമേരിക്കയിൽ നമുക്ക് നഷ്ടപ്പെട്ട എക്സ്പോർട്ട് മാർക്കറ്റ് ഈ പറഞ്ഞ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനും അങ്ങനെ നമുക്ക് അവിടെ നിന്നുണ്ടായിട്ടുള്ള US മാർക്കറ്റ് നഷ്ടപ്പെട്ടത് മൂലം നമുക്കുണ്ടായിട്ടുള്ള ആഘാതം നമുക്ക് മറികടക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ ഭരണകൂടവും. അപ്പോൾ തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റ് എന്നാൽ അമേരിക്കയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയൊരു മാർക്കറ്റാണ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു മാർക്കറ്റുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിപണിയിലേക്ക് നമുക്ക് ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത് ട്രംപുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, ട്രംപിന്റെ ഭീഷണി ഉണ്ടല്ലോ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ ട്രംപിന്റെ ഭീഷണി ഉണ്ടല്ലോ പലതരത്തിലും. അപ്പോൾ യൂറോപ്പ് അതൊന്നും വകവയ്ക്കുന്നില്ല. അപ്പോൾ ട്രംപിനെ കൈയോടെ തള്ളിയിട്ട് യൂറോപ്പ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് കൈ ഓർക്കുവാൻ തയ്യാറായിരിക്കണം. ഒമാനുമായിട്ട് നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ. അതുപോലെ തന്നെ അതിനെ കോംപ്രഹെൻസീവ് ഇക്കണോമിക് ഇല്ലേ ഒരു കോംപ്രഹെൻസീവ് ഇക്കണോമിക് പ്രോഗ്രാം അങ്ങനെ ഒരു പേരിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയ്ക്ക് അത് പറഞ്ഞു, ഞാൻ മറന്നുപോയത്. ഇന്ത്യ UAE ആയിട്ട് അങ്ങനെ തന്നെയാണ് FTA എന്നല്ലാതെ അറിയപ്പെടുന്നത്. എന്നാലും FTA ആണത്. ന്യൂസിലൻഡുമായിട്ട് നമ്മൾ FTAയിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ നമ്മൾ ധാരണയിലെത്തിയിട്ടുണ്ട്. കാനഡ, ഇസ്രായേൽ, പിന്നെ ചിലി, പെറു ഇതുപോലുള്ള രാജ്യങ്ങൾ നമ്മൾ അതിന് ആ വീഡിയോയ്ക്ക് പറഞ്ഞതാണ്. കാരണം ലാറ്റിൻ അമേരിക്കയിലുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കിതുവരെയും ചൈനയൊക്കെ ഓൾറെഡി അവിടെ വളരെ ഡോമിനന്റ് ആണ് ഈ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക ഇതുപോലുള്ള കോണ്ടിനെന്റ്സിലൊക്കെ തന്നെ. അപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ലാറ്റിൻ അമേരിക്കൻ മാർക്കറ്റിലൊക്കെ തന്നെ ഒരു ആക്സസ് കിട്ടുക അല്ലെങ്കിൽ ഒരു എൻട്രി കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യ എത്രത്തോളം അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. കാരണം ഇന്ത്യക്ക് ആ ഒരു മാർക്കറ്റൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. പല രാജ്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ. ഇപ്പം അർജന്റീന, ബ്രസീൽ, കാരണം ഇതൊക്കെ വലിയ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളായിട്ടൊക്കെ ഉള്ള വളരെ ആധികാരികമായിട്ടുള്ളൊരു കോംപ്രഹെൻസീവ് ഒരു ഇക്കണോമിക് നമുക്ക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ എന്തുകൊണ്ടത് ഇന്ത്യ അതിന് ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടത് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് നമുക്കൊരു സംശയമായിട്ട് നിലനിൽക്കുന്നത്.
ചൈനയ്ക്ക് ഈ പറഞ്ഞ മാർക്കറ്റിലൊക്കെ നമുക്കറിയാം അവരുടെ ഡോമിനൻസ്, അതായത് ചൈന ലോകം മൊത്തം അത് തന്നെയാണല്ലോ അവരുടെ ലോക വിപണി മൊത്തം അവർ കീഴടക്കിയിട്ടുള്ള ഒരു രാജ്യമാണല്ലോ ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ മാർക്കറ്റും, അത് നോർത്ത് അമേരിക്ക ആയാലും, അതായത് കാനഡ, അമേരിക്ക, മെക്സിക്കോ, ലാറ്റിൻ അമേരിക്ക, ഈ പറഞ്ഞ ബ്രസീൽ, അർജന്റീന, ചിലി, പെറു, ഉറുഗ്വേ, പരാഗ്വേ ഇതുപോലുള്ള സ്ഥലങ്ങൾ, പിന്നെ ആഫ്രിക്കൻ മാർക്കറ്റുകൾ, യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റ്, ആസിയാൻ രാജ്യങ്ങൾ, നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങൾ, സൗത്ത് ഏഷ്യ, നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങുന്ന റീജിയൻസ്, സെൻട്രൽ ഏഷ്യ, റഷ്യ ഉൾപ്പെടുന്ന ആ ഏരിയാസ്, ഇതെല്ലാം ചൈന ഓൾറെഡി അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു. അപ്പൊ ഇന്ത്യക്ക് എന്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ മാർക്കറ്റൊക്കെ തന്നെ നമുക്ക് പതിയെ പതിയെ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. അപ്പൊ ഈ പറഞ്ഞ ചിലി, പെറു ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ ഏർപ്പെടുന്നത് പോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളായിട്ടുള്ള ബ്രസീലൊക്കെ നമ്മുടെ ബ്രിക്സിലുള്ളതാണല്ലോ. ബ്രിക്സിലുള്ള മെമ്പർ നേഷനാണ് ഈ ബ്രസീല്. പിന്നെ അർജന്റീന, ഈ രണ്ട് രാജ്യങ്ങളാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ. കൊളംബിയ, ഇതൊക്കെ വലിയ രാജ്യങ്ങളാണ് അവിടുത്തെ. അപ്പൊ ഈ രാജ്യങ്ങളായിട്ടൊക്കെ നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏറ്റവും പിന്നെ എന്താണ് പറയുന്നത്, ഈ ഡീപ്പായിട്ടുള്ള ഇക്കണോമിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ത്യയെ നമുക്ക് തീർച്ചയായിട്ടും ആ പറഞ്ഞ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്നൊരു കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നമുക്ക് ഇരു രാജ്യങ്ങൾക്കും, രാജ്യമല്ല, ഇന്ത്യയും ഇന്ത്യക്കും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും വലിയ നേട്ടമാകുമെന്നാണ് ഈ യൂറോപ്യൻ യൂണിയന്റെ ഒരു അംഗരാജ്യമായിട്ടുള്ള ഫിൻലൻഡിന്റെ ഇന്ത്യയിലെ അംബാസിഡർ പറയുന്നത്. അപ്പൊ ഇന്ത്യയും ഫിൻലൻഡും തമ്മിലുള്ള ചർച്ചകളുടെ ഫലമായിട്ട് ഫിൻലൻഡ് 4 ബില്യൺ യൂറോയുടെ നിക്ഷേപം നടത്തുവാൻ വേണ്ടി അവർ ധാരണയായിട്ടുണ്ട്. ഏകദേശം 50,000 കോടി രൂപയോളം വരും. അപ്പൊ ഇന്ത്യ ഫിൻലൻഡിൽ തിരിച്ച് 10,000 കോടി രൂപയുടെ നിക്ഷേപം ചെയ്യാനുള്ള ഒരു സാധ്യതയ്ക്ക് ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷമാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പൊ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇന്ത്യക്ക് മേലെ ഈ പറഞ്ഞ ടാരിഫ് ചുമത്തണമെന്ന് ട്രംപ് അവരെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങൾ അതൊക്കെ അപ്പോഴേ തന്നെ അവർ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. കാരണം അവരുടെ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് തീർച്ചയായിട്ടും അവർ ഇന്ത്യക്ക് മേലെ, കാരണം വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥ ആയതുകൊണ്ടും വലിയൊരു മാർക്കറ്റ് ആയതുകൊണ്ടും, കാരണം ഇന്ത്യയായിട്ട് അവർക്ക് കൈ കോർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ വൻതോതിലുള്ള പ്രയോജനങ്ങളും പുരോഗതിയും അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവിൽ ട്രംപിന്റെ ആ പറഞ്ഞ ഭീഷണിക്കൊന്നും അവർ വില കൊടുത്തില്ല അത്രയും. അപ്പോൾ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫിൻലൻഡ് ഇതുപോലുള്ള രാജ്യങ്ങളൊന്നും തന്നെ, യൂറോപ്യൻ യൂണിയൻ കളക്റ്റീവായിട്ടും ഇതുപോലെ ഇൻഡിവിജ്വലായിട്ടുള്ള രാജ്യങ്ങളൊന്നും അത് തയ്യാറായിട്ടില്ല. പകരം ഇന്ത്യയുമായിട്ട് ഈ പറഞ്ഞ സമഗ്രമായിട്ടുള്ളൊരു ഫ്രീ ട്രേഡിന് അല്ലെങ്കിൽ ഒരു ഡീലിന് ഒരുങ്ങുകയാണ് യൂറോപ്യൻ യൂണിയൻ ചെയ്തത്. അത് തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് കൈകോർത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഇങ്ങനെ ഒരു വ്യാപാര കരാറിൽ അവർക്ക് ഏർപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾക്കെല്ലാം നല്ല പ്രയോജനം ഉണ്ടാകും എന്നുള്ളൊരു തിരിച്ചറിവിന്റെ ഭാഗത്താണ്. ഇന്ത്യക്ക് മേലെ തീരുവ ഇമ്പോസ് ചെയ്യാനോ കൂട്ടാനോ അല്ല, തീരുവ കുറയ്ക്കാനോ അതുവഴി മെച്ചപ്പെട്ട ഈ ട്രേഡ് ട്രീറ്റി അല്ലെങ്കിൽ വ്യാപാര കരാർ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ ഫിൻലൻഡ് മുതലായിട്ടുള്ള രാജ്യങ്ങളും ശ്രമിക്കുന്നതെന്നാണ് അവരുടെ വിദേശകാര്യ മന്ത്രി എലീന വോൾട്ടനൻ എന്ന് പറയുന്ന ആ ഒരു ലേഡി അഭിപ്രായപ്പെട്ടത്. അപ്പൊ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആണെന്ന് ഒരു യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് അങ്ങനെയുള്ളൊരു നിലപാടാണ് യൂറോപ്യൻ യൂണിയന്. എത്രയും വേഗം ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും പറയുന്നുണ്ട്. അപ്പൊ ഇതിന് ഫിൻലൻഡും ഇന്ത്യക്കൊപ്പമാണെന്ന പ്രസ്ഥാനമായിട്ട് അവരുടെ ഈ പറഞ്ഞ വിദേശകാര്യ മന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ചില സിഗ്നൽസ് ആണ്, ഒരു പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങളാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആണെന്ന് യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിയാനും, സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായിട്ടും ഇന്ത്യ പണ്ടും ഒരു പവർഫുൾ നേഷൻ എന്നുള്ള ഒരു ബ്രാൻഡ് ഇമേജ് നമുക്ക് പലയിടത്തും നമുക്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നെഹ്റുവിന്റെ കാലം മുതൽ തന്നെ അന്ന് നമ്മൾ സാമ്പത്തികമായിട്ട് ഇത്രയും വളർച്ച പ്രാപിച്ച അല്ലെങ്കിൽ വളർന്ന ഒരു രാജ്യമൊന്നുമില്ല. എന്നാൽ തന്നെയും
ഇപ്പൊ ഇന്ത്യയും ചൈനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ടു മോസ്റ്റ് പവർഫുൾ കൺട്രീസ് ഇൻ ഏഷ്യ എന്ന് മാത്രം പറഞ്ഞിട്ടായിരിക്കും പലയിടത്തും നമുക്ക് ഈ പല പത്രമാധ്യമങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ത്യ പവർഫുൾ ആണ്, പണ്ടും പവർഫുൾ ആണ്, ഇപ്പോഴും പവർഫുൾ ആണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല പല മേഖലകളിലും നമുക്ക്. അപ്പം ഏകദേശം ഒരു 80കളുടെ തുടക്കം വരെ ഇന്ത്യയും ചൈനയൊക്കെ തന്നെ നെക്ക് ടു നെക്ക് ആയിരുന്നു ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും. പണ്ട് ചൈനയെക്കാളിലും വളരെ പിന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്നത് പല നമ്മൾ മെട്രിക്സും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ അവർ 79 എൺപതുകളുടെ തുടക്കത്തിലൊക്കെ ചൈന ഈ സാമ്പത്തിക ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ ആരംഭിച്ച് അവർ ഫാസ്റ്റായിട്ട് അവർ പ്രോഗ്രസ് ചെയ്തില്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് ഉറപ്പാക്കി അവർ മുമ്പോട്ട് പോയി. ഇന്ത്യക്ക് അത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ജിയോ എക്കണോമിക്സ് അറിയാവുന്ന ഭൗമ സാമ്പത്തിക മേഖലയെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ വളരെ വലുതാണ്. പോപ്പുലേഷനിലും മോറോർലെസ് നമുക്കറിയാം ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ റിസോഴ്സ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു പക്ഷേ ചൈനയിൽ റിസോഴ്സ് ഉണ്ട്. റിസോഴ്സ് പറഞ്ഞാൽ നമുക്ക് പല റിസോഴ്സ് ഉണ്ടാകും. ഇപ്പം ഭൂമിക്കടിയിലുള്ള റിസോഴ്സ് ഉണ്ട്, ഭൂമിക്ക് മേളിലുള്ള റിസോഴ്സ് ഉണ്ട്, മാൻ പവർ റിസോഴ്സ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, പിന്നെ ജനങ്ങളുടെ എഡ്യൂക്കേഷൻ റിസോഴ്സ് ആണ് അല്ലേ, അവരുടെ സ്കില്ലൊക്കെ റിസോഴ്സ് ആണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ ഈ രണ്ട് രാജ്യങ്ങളെ ഒരുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ കൂടുതലായിരിക്കും. അത് നമുക്ക് മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ട് ചൈന പ്രോഗ്രസ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രോഗ്രസ് ആയെന്നല്ല, ഈ പറഞ്ഞ അമേരിക്ക ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള, ഞാൻ ചില രാജ്യങ്ങളുടെ പേര് പറയാം, അമേരിക്ക, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, തായ്വാൻ, സിംഗപ്പൂർ, സൗത്ത് കൊറിയ, പിന്നെ ഇതുപോലുള്ള രാജ്യങ്ങൾ ആണ് അവരുടെ ടെക്നോളജിയും ക്യാപിറ്റലും ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചൈന ഇങ്ങനെ മാറ്റിയെടുത്തത് എന്നുള്ള യാഥാർത്ഥ്യം ആർക്ക് അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. പക്ഷേ അത് എല്ലാവരുടെയും വിചാരം ചൈന ഒറ്റയ്ക്ക്, ഇപ്പോൾ ഒരു രാജ്യം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം ചൈന ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു രാജ്യം ഒറ്റയ്ക്ക് അങ്ങ് വികസിക്കുക എന്നുള്ള അങ്ങനെയല്ല ശരിക്കും പറയുന്നത്. കാരണം ഈ രാജ്യത്ത് പ്രത്യേകിച്ച് മോഡേൺ ടേംസിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അമേരിക്കയൊക്കെ പണ്ട് വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ഇവിടുന്ന് ആരും പോയി അവിടെ ഇൻവെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ത്യ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായിരിക്കാം. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ബിസിനസ്സുകാരോ ചൈനയിലെ ബിസിനസ്സുകാരോ ഒക്കെ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ജപ്പാനിലോ ഒക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പണ്ട് അതൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ സാമ്പത്തിക ആ, മേഖലയിലും സമ്പദ് വ്യവസ്ഥയിലൊക്കെയുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ US അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് ക്യാപിറ്റൽ ടെക്നോളജി ഇതൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എന്നുള്ള ആ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഗ്ലോബൽ സപ്ലൈ ചെയിനിലേക്ക് ഈ രാജ്യങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത്, വിയറ്റ്നാം അതിൻ്റെ ഒരു എക്സാമ്പിൾ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഈവൻ പിന്നെ തായ്വാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പിന്നെ ഈ പറഞ്ഞ ഗ്ലോബൽ സപ്ലൈ ചെയിൻ്റെ ഭാഗമായി മാറുന്നത് ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസ്, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങൾ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ അവരുടെ ക്യാപിറ്റലും ടെക്നോളജിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. ചൈന അങ്ങനെ തന്നെയാണ് സാമ്പത്തികമായിട്ട് അവർ പരിണമിച്ച് അവർക്ക് പരിണാമം ഉണ്ടായതും മാറ്റം ഉണ്ടായതൊക്കെ തന്നെ. അല്ല ചൈനയിൽ നിന്ന് തന്നെ ചൈനയ്ക്കകത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊന്നുമല്ല ശരിക്കും പറഞ്ഞു. ഓക്കെ, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യ ഒരു സമ്പദ് ഇപ്പൊ നമുക്കറിയാം ഇവിടെ ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കോർപ്പറേഷൻസിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഈ ഫങ്ഷൻ ചെയ്യുന്ന കോർപ്പറേഷൻസ് എല്ലാം അമേരിക്ക മുതലുള്ള കമ്പനികൾ. ഇപ്പൊ നമുക്ക് ചില അമേരിക്കയിലുള്ള ചില കോർപ്പറേഷൻസ് മാത്രമേ അറിയാം. ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ് പറയുന്നത്, ഈ ഗൂഗിൾ, ഫേസ്ബുക്ക്, അല്ലെങ്കിൽ കൊക്കകോള, പെപ്സി, പിന്നെ ബോയിങ്, ഇങ്ങനെയൊക്കെയുള്ള ചില കമ്പനികളെ മാത്രമേ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെയല്ല, നൂറുകണക്കിന് അമേരിക്കൻ കോർപ്പറേഷൻസ് വലുതും ചെറുതുമായിട്ടുള്ള, ചെറുതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വലുതും അല്ലെങ്കിൽ ഇടത്തരമായിട്ടുള്ള കോർപ്പറേഷൻസ് എല്ലാം തന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ചൈനയിലെ ആയിരക്കണക്കിന് ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ, ഈ അമേരിക്കയുടെയും അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നൊക്കെയുള്ള, ജപ്പാനിൽ നിന്നൊക്കെയുള്ള ആയിരക്കണക്കിന് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ
ബിസിനസ്സുകൾ അവിടെ ഈ ചൈന സാമ്പത്തിക ഉദാരവൽക്കരണം അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ച സമയം മുതൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ അവരുടെ ബിസിനസ് ഏഹ്, ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ചൈനയ്ക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത്. അത് എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. കാരണം ഈ കാഴ്ചകളെല്ലാം എല്ലായിടത്തും മോറോള്ള സെയിം ആണ്. അല്ല ഒരു രാജ്യത്തിന് സ്വന്തമായിട്ടൊന്നും ഇത് നമ്മൾ ഈ പ്രസന്റ്, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം കാണുന്ന ലോകക്രമത്തിലൊന്നും ഒരു രാജ്യത്തിന് സ്വന്തമായിട്ടൊന്നും ഇങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. കാരണം അതിന് കഴിയാൻ സാധ്യതയില്ല. കാരണം ലോകത്തെ നിയന്ത്രിക്കുന്നതും ക്രമീകരിക്കുന്നതും വളരെ പവർഫുൾ ആയിട്ടുള്ള കോർപ്പറേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ നിയന്ത്രണങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ കൈകളിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് അംഗീകരിക്കേണ്ടത്. അപ്പോൾ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആണെന്ന് യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യ കാലങ്ങളായിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ അമേരിക്കയുടെ ഒക്കെ സുഹൃത്തായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്ന ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം ശക്തമാക്കാനാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ശ്രമമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തിൽ ഒത്തിരി എന്താണ് പറയുന്നത്, പരസ്പരം ആഹ്, അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഇന്ത്യക്ക് ചില അമേരിക്ക ആവശ്യപ്പെടുന്ന ചില വളരെ ശക്തമായിട്ടുള്ള ഡിമാൻഡുണ്ട്. അതായത് ഇന്ത്യയുടെ ഈ അഗ്രികൾച്ചർ, ഈ ഡയറി പ്രോഡക്ട്സ്, ഡയറി സെക്ടർ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ അമേരിക്കയ്ക്ക് നിരുപാധികം ആഹ്, തുറന്നു കൊടുക്കുക, അതിന് ഇന്ത്യ തയ്യാറാകുന്നില്ല. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ആ വ്യാപാര ചർച്ചകൾ നമുക്ക് അറിയാം ഇപ്പോഴും വളരെ മന്ദഗതിയിലാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് ഫൈനലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇരു രാജ്യങ്ങൾക്ക് ഇങ്ങനെ ഒരിക്കലും ഒരു എന്താണ് പറയുന്നത്, പ്രതിസന്ധിയിൽ ഇങ്ങനെ തുറന്നുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് അമേരിക്കയ്ക്കും ദോഷം ചെയ്യും, ഇന്ത്യക്കും ദോഷം ചെയ്യും. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും അറിയാൻ കഴിയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് താമസിയാതെ തന്നെ അത് ഫൈനലൈസ് ആകും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്നും നമുക്ക് നഷ്ടമാകുന്ന എക്സ്പോർട്ടിനെ കൂടുതൽ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് വഴിതിരിച്ചു വിടാനും സാധിക്കുന്നതോടു കൂടി, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ശക്തി പകരുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇത്രയും പറഞ്ഞ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ